ഹായ് ഹലോ നമസ്കാരം. എല്ലാവർക്കും വിജയ രാജൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് തെങ്കാശിയിലുള്ള കാശി വിശ്വനാഥ ടെമ്പിളിലാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു അമ്പലത്തിൻ്റെ പരിസരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഗോപുരം ഉണ്ടല്ലോ, ഗോപുരത്തിൻ്റെ വർക്കെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ, പെയിൻറ്റിങ് കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ നേരെ പോകുന്നത് അമ്പലത്തിനകത്തോട്ട് പോകുന്നുണ്ട്. നേരെ വീഡിയോയിലേക്ക് പോകും. നമ്മളിപ്പോൾ നിൽക്കുന്നത് തെങ്കാശിയിലുള്ള കാശി വിശ്വനാഥ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലാണ്. ഇതൊരു ശിവക്ഷേത്രമാണ്. തമിഴ് വാസ്തുവിദ്യാ ശൈലിയിൽ നിർമ്മിച്ച ഈ ക്ഷേത്രം 13-ാം നൂറ്റാണ്ടിൽ പാണ്ഡ്യ ഭരണാധികാരിയായ പരാക്രമ പാണ്ഡ്യൻ നിർമ്മിച്ചതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഹിന്ദു ഐതിഹ്യമനുസരിച്ച് പാണ്ഡ്യ രാജാവായ പരാക്രമ പാണ്ഡ്യൻ തെങ്കാശിയിൽ ഹിന്ദുദേവനായ ശിവന് ഒരു ക്ഷേത്രം പണികഴിക്കാൻ ആഗ്രഹിച്ചു. ദക്ഷിണേന്ത്യയിലെ ശിവന്റെ പ്രതിനിധാനമായ ഒരു ലിംഗം കൊണ്ടുവരാൻ കാശിയിലേക്ക് പോയി. ശിവൻ അവൻ്റെ സ്വപ്നത്തെ പ്രത്യക്ഷപ്പെടുകയും ഉറുമ്പുകളുടെ സൈന്യത്തെ പിന്തുടരാൻ ആവശ്യപ്പെടുകയും ചെയ്തു. അടുത്ത ദിവസം അവിടെ ഉറുമ്പുകളുടെ ഒരു പടയുണ്ടെന്ന് അയാൾ കണ്ടെത്തി. വാരണാസിയിലേക്ക് പോകുന്നതിന് തനിക്ക് തടസ്സമുണ്ടാക്കുന്നത് ദൈവിക ഇടപെടൽ മൂലമാണെന്ന് രാജാവിന് മനസ്സിലായി. ഉറുമ്പ് അവസാനിക്കുന്ന സ്ഥലത്ത് അദ്ദേഹം ക്ഷേത്രം പണികഴിപ്പിക്കുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം. തമിഴ്നാട്ടിലെ മിക്ക അമ്പലങ്ങളിലും ഇതുപോലുള്ള കരിങ്കല്ല് കൊണ്ടുള്ള അമ്പലങ്ങളാണ് ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്നത്. ഈ ഒരു അമ്പലത്തിലോട്ട് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തിയ അമ്പലം എന്ന് പറയുന്നത് മധുരൈ മീനാക്ഷി ടെമ്പിളാണ്. ഞാൻ ആ അമ്പലത്തിൽ ഒരു 4-5 പ്രാവശ്യം പോയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അമ്പലത്തിൻ്റെ അതേ ഒരു സ്ട്രക്ചർ പോലെയൊക്കെയാണ് നമുക്ക് ഇവിടെയും ഫീൽ ചെയ്യുന്നത്. അത്രത്തോളം പെയിൻറ്റിങ്ങും കാര്യങ്ങളും അത്രത്തോളം ഇല്ലയെന്നുണ്ടെങ്കിലും ആ ഒരു രീതിയിലൊക്കെയാണ് ഇവിടെയും ചെയ്തു വച്ചേക്കുന്നത്. കരിങ്കല്ല് കൊണ്ട് നിർമ്മിച്ച വലിയൊരു കോട്ടമതിലിനകത്താണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അമ്പലത്തിലെ മീൻ പ്രതിഷ്ഠയായ ശിവഭഗവാന്റെ ദർശനം കഴിഞ്ഞ് പുറത്തോട്ടിറങ്ങി കഴിയുമ്പോൾ ഒരു നാഗരുടെ പ്രതിഷ്ഠ ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. അവിടെ നിന്ന് നടന്ന് നമ്മൾ കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോയി കഴിയുമ്പോൾ നമുക്ക് ഇടത് സൈഡിലായിട്ട് ഒരു ചെറിയ പശുത്തൊഴുത്ത് കാണാൻ കഴിയുന്നുണ്ട്. നമ്മൾ അമ്പലത്തിലോട്ട് വന്ന ഈ ദിവസം എന്ന് പറയുന്നത് ബുധനാഴ്ചയായിരുന്നു. അപ്പോൾ അധികം തിരക്കൊന്നും ഇല്ലാത്ത ദിവസം കൂടിയായിരുന്നു, വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തന്നെ. അപ്പോൾ അതുകൊണ്ട് വലിയ തിരക്കൊന്നും ഇല്ലാതെ നമ്മൾ അമ്പലത്തിലെ ദർശനമൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങാൻ പറ്റി. നമ്മൾ കാശി വിശ്വനാഥ ടെമ്പിളിൻ്റെ അകത്തെല്ലാം കയറി തൊഴുതു, പുറത്തോട്ട് ഇറങ്ങി. അകത്തെ വീഡിയോസൊന്നും അധികം എടുക്കാൻ പറ്റിയിട്ടില്ല, കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തേക്കാം. അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇവിടെ നമുക്കിനി ഏകദേശം ഒരു 100 കിലോമീറ്റർ വീണ്ടും സഞ്ചരിക്കാനുണ്ട് വീട്ടിലോട്ട്. ഒരു 3-3.5 മണിക്കൂർ വീണ്ടും എടുക്കും നമ്മൾ വീട്ടിലെത്താൻ വേണ്ടിയിട്ട്. അതിലെങ്ങനെ ഉണ്ടായിരുന്നു ഈ അമ്പലത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ്? അടിപൊളിയാണ്. എന്ന് വെച്ചാൽ അകത്ത് ഫുള്ളായിട്ട് ഈ കരിങ്കല്ല് ചെയ്തേക്കുന്ന ഒരു അമ്പലമാണ്, നമ്മുടെ പത്മനാഭസ്വാമി ടെമ്പിൾ പോലെ. അതുപോലെ എന്ന് വെച്ചാൽ അകത്തേട്ട് കയറുമ്പോഴത്തേന് കുറച്ച് തണുപ്പ് പോലെയൊക്കെ ഫീൽ ചെയ്യും. എന്തായാലും എല്ലാവരും വന്ന് കണ്ടിരിക്കേണ്ട ഒരു അമ്പലമാണ്. ഇത്രയും വലിയൊരു അമ്പലമാണ്, നമ്മൾ ഉറപ്പായിട്ട് കണ്ടിരിക്കണം. ഞാൻ പണ്ട് മധുര മീനാക്ഷി ടെമ്പിളിൽ പോയിട്ടുണ്ട്. ആ ഒരു അമ്പലത്തിൻ്റെ ഒരു ഫീലൊക്കെ തന്നെയാണ് ഈ ഒരു അമ്പലത്തിൽ കയറുമ്പോഴും നമുക്ക് കാണാൻ പറ്റുന്നത്. അതായത് നീ അമ്പലത്തിൽ പോയിട്ടുണ്ടോ? മധുര മീനാക്ഷി ടെമ്പിളിൽ പോയിട്ട് അതും ഇതേപോലെ. പക്ഷെ അവിടെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഗോപുരം മാത്രമേ, ഇവിടെ ഒരു ഗോപുരമാണ്, അവിടെ ആണെങ്കിൽ കുറേ 4 ചുറ്റിലും ഗോപുരങ്ങൾ കാണാൻ പറ്റും. അങ്ങനെയുള്ളൊരു അമ്പലമാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.